ഹലോ കൂട്ടുകാരെ, അങ്ങനെ ലാസ്റ്റ് ഒരു പോളൊക്കെ ഇട്ടിട്ട് ഒരു പോക്ക് പോയതാട്ടോ. പിന്നെ വരുന്നത് ഇപ്പോഴാണ്. എന്തായാലും നമ്മൾ ഇട്ട പോളിനകത്ത് പോസിറ്റീവ് റെസ്പോൺസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ അതിൻ്റെതായിരിക്കും. ബേസ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡ്ബോർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. 4 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. 4 4 ഡിഫറെൻറ്റ് കളർ പേപ്പേഴ്സ് പേസ്റ്റൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാർഡ്ബോർഡ് ഞാനൊരു മിനിമം സൈസാണ് എടുത്തിട്ടുള്ളത്. സിംഗിൾ ഫ്രെയിം ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കാർഡ്ബോർഡ് യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു ജെൻസി സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഡെസ്ക് മേക്ക് ഓവറൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സർട്ടൈൻ ഏരിയാസ് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ കുറച്ചെന്തെങ്കിലും ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിമിന്റെ കാര്യം വന്നിട്ട് ഇത്രേ ഉള്ളൂ. ബട്ട് പെയിന്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ്ലി ഡൂഡിൽ ആർട്ട് അല്ല ചെയ്തിട്ടുള്ളത്. അബ്സ്ട്രാക്ട് പെയിന്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ലാസ്റ്റ് ഡൂഡിൽ ആർട്ടിലാണ് ചെന്ന് അവസാനിച്ചത്. ഓരോ കളറിനും 2 ഡ്രോപ്പ് വൈറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ റേഷ്യോ. ഒറ്റ മിക്സിങ്ങിൽ കിട്ടുന്ന കളർ തന്നെ നമുക്ക് 4 ഫ്രെയിമിനകത്തും യൂസ് ചെയ്യാം കേട്ടോ. 3 hours later. അപ്പോൾ ഇതാണ് നമ്മുടെ 4 ഫ്രെയിം എന്ന് പറയുന്നത്. വരച്ച പാറ്റേൺസിൽ കുറച്ച് ഡിസൈനിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കാണാൻ. ഒരെണ്ണത്തിനകത്ത് ലീഫും മറ്റേനകത്ത് ഫ്ലവർ എന്ന പാറ്റേണിലും ഒരു ഇലൂഷനേറ്ററി പാറ്റേൺസ് ആണ് കൊടുത്തത്. പൂവിലയൊക്കെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതാണെങ്കിൽ ബാക്കിയൊക്കെ സിമ്പിൾ ഐഡിയാസ് ആണ്. കാണുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. കുറച്ച് സിമ്പിളായി പോയെന്ന് സംശയമുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.